കോഴിക്കോട് കുരിക്കത്തൂരിൽ പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. രണ്ടുപേർക്ക് ദാരുണാന്ത്യം എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. രണ്ടുപേർക്ക് ദാരുണാന്ത്യം എന്നുള്ളതാണ്. എന്താണ് ഈ പടക്ക നിർമ്മാണശാല അനുമതിയോടുകൂടി പ്രവർത്തിച്ചതാണോ? വിഷുവൊക്കെയാണ് വരുന്നത്, ഈസ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ മുന്നിൽ കണ്ട് നിർമ്മിച്ചതാണോ അതോ നേരത്തെ തന്നെ ഉള്ളതാണോ? എന്തായാലും രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി എന്നത് ഒരു ദാരുണ സംഭവം തന്നെയാണ്. കോഴിക്കോട് കുരിക്കത്തൂരിലാണ് പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. രണ്ടുപേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രണ്ടുപേർ മരിച്ചിരിക്കുന്നു. സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് അടക്കമുള്ള യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു വീടിന് സമാനമായ ഒരു പടക്ക നിർമ്മാണശാലയാണ്. എന്താണ് ഇതിന് അപകടത്തിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഇത് താൽക്കാലികമായി പ്രവർത്തിക്കുന്നതാണോ? ഈ വിഷുവും ഈസ്റ്ററോടൊക്കെ തന്നെ അനുബന്ധിച്ച് ആ വിപണി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നു. അജി കുഞ്ഞുമോൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അജി, എന്താണ് സംഭവിച്ചത്? സ്ഫോടനത്തിൽ കാര്യമായ 2 മരണവും 3 പേർക്ക് പരിക്കുമേറ്റിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രശ്നം 4 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട 2 പേരാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായി സ്ഫോടനത്തിൽ മരിച്ചത്. ഈ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേര് രാഹുൽ എന്നാണ്. മാത്രമല്ല വിഷ്ണു എന്ന പേരുള്ള ഒരാൾക്കും അയാളുടെ ഭാര്യ ദീപയ്ക്കുമാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അങ്ങനെ ആകെ 4 പേർക്ക് പരിക്കും 2 മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ കുരുക്കത്തൂർ മേഖലയിൽ ഈ പടക്ക നിർമ്മാണ കേന്ദ്രം ഉണ്ടായിരുന്നതാണോ അതോ ഈ കോഴിക്കോട് കുരിക്കത്തൂരിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് കുരിക്കത്തൂരിൽ നിന്ന് വരുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതൊരു പടക്ക നിർമ്മാണശാലയല്ല, ഒരു വീടിനകത്ത് താൽക്കാലികമായി പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ എത്ര പേർ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അവരുടെ എണ്ണത്തിൽ ഈ 4 മരിച്ച 2 പേരും പരിക്കേറ്റ 4 പേരും അടക്കം ഈ 6 പേർ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അജി കുഞ്ഞുമോൻ അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിഷു വിപണിയും ഒപ്പം തന്നെ ഈസ്റ്റർ വിപണി അടക്കമുള്ളവ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ഈ ഉത്സവ കാലഘട്ടത്തിൽ ഇത്തരം പടക്ക നിർമ്മാണശാലകൾ ധാരാളം പല മേഖലകളിലും ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് ഇത്തരം വാർത്തകൾ, ഈ അപകടത്തിൻ്റെ വാർത്തകളും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേട്ടിട്ടുള്ളതുമാണ്. എന്തായാലും ഇതിന് അനുമതിയോടുകൂടിയാണോ പ്രവർത്തിച്ചത് എന്നതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒരു വീടിനകത്ത് താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന ഒരു പടക്ക നിർമ്മാണശാലയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ദൂരദൃശ്യമാണ്, അത്ര വ്യക്തമല്ലെങ്കിൽ പോലും അതിനകത്ത് പാത്രങ്ങളും ഒരു വീടിന് സമാനമായ കാര്യങ്ങൾ, ഫ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊരു അംഗീകൃതമായി അല്ലെങ്കിൽ അങ്ങനെ നടത്തിക്കൊണ്ടുപോയിരുന്ന ഒരു പടക്ക നിർമ്മാണശാലയായി ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. 4 പേർക്ക്, 3 പേർക്ക് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ അജി കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ ടെലിയിൽ ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയോ അല്ലെങ്കിൽ അവരുടെ നില എത്ര കണ്ട് 4 പേർക്ക് ഗുരുതര പരിക്കെന്ന് പറയുന്നു. ഇവരുടെ അവസ്ഥ എന്താണ്, എത്രത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് തുടങ്ങിയ കാരണങ്ങളൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. രാത്രി സമയമാണ്, അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. എന്തായാലും കോഴിക്കോട് കുരിക്കത്തൂരിൽ നിന്ന് അതിദാരുണമായ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 പേർക്ക് ഈ പടക്ക നിർമ്മാണശാലയിൽ ഇല്ലെങ്കിൽ ഈ വീടിനകത്ത് പടക്കം പൊട്ടിത്തെറിച്ച്
മരണം സംഭവിച്ചു എന്നുള്ളതാണ്. അജി കുഞ്ഞുമോനുണ്ട്. അജി 2 പേരുടെ മരണം, 4 പേരെന്ന് അജി പറഞ്ഞു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ. ആദ്യത്തേത്, ഇത് ഒരു വീടാണോ? ദൃശ്യങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു പടക്ക നിർമ്മാണശാലയായി മനസ്സിലാവുന്നില്ല. രണ്ടാമത്, ഈ പരിക്കേറ്റ ആളുകളുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേർക്കാണ് ഇതിലിപ്പോൾ 2 പേർക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പോലീസ് നമുക്ക് പ്രാഥമികമായി നൽകുന്ന വിവരം. ഇതിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു വീടാണ്. ഈ സ്ഫോടനം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് പടക്ക നിർമ്മാണ കേന്ദ്രമാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടിയില്ല. കാരണം അല്പം മുൻപ് വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയാൻ കഴിഞ്ഞത്. ഈ അപകടത്തിൽ ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാളുടെ ഭാര്യയാണ്. അവർക്കും ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ മറ്റൊരാളുടെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണുവിന്റെ ഭാര്യയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വിഷ്ണുവിന്റെ ഭാര്യയ്ക്ക് പുറമെ മറ്റു 2 പേരുകൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ ലഭ്യമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ മരിച്ചവരുടെ 2 പേരുടെയും പേര് രാഹുൽ എന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. 2 പേരുടെയും പേര് രാഹുൽ എന്നാണ്. ഈ 2 പേരുടെയും മരണം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടം? അജി അവിടെ എത്തിയോ എന്നുള്ളത്, അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയില്ല. എന്നിരുന്നാലും ചോദിക്കുന്നത്, ഇത് ഒരു വീടാണോ പടക്ക നിർമ്മാണശാലയാണോ എന്ന കാര്യത്തിൽ ആദ്യം ഒരു ഉത്തരം വേണ്ടതുണ്ട്. ഒപ്പം തന്നെ വീടാണെങ്കിൽ എന്തായാലും ഇത് അനുമതിയോടുകൂടി അല്ല പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനിൽ, ഈ ഘട്ടത്തിൽ അത് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. കാരണം അങ്ങോട്ടുള്ള യാത്രയിലേക്കാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും അല്പം ദൂരെയാണ് ഈ സ്ഥലം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ കുരുക്കത്തൂർ മേഖല എന്ന് പറയുന്നത് ജനവാസ മേഖലയിലാണ്. അപ്പോൾ അവിടെ ഒരു പടക്ക നിർമ്മാണ ശാലയ്ക്കൊന്നും ഒരു തലത്തിലുള്ള അനുമതിയോ അങ്ങനെയൊന്നും നൽകാൻ ഇടയില്ല. ഒരു പക്ഷേ ഈസ്റ്ററും വിഷുവൊക്കെയാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരുതലായി പടക്കങ്ങൾ അവിടെ ഒരു പക്ഷേ കരുതി വെച്ചേക്കാം. അങ്ങനെ ആവാനുള്ള സാധ്യത ഈ നിമിഷം നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ സംഭവ സ്ഥലത്തും നമ്മൾക്ക് എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്യാവശ്യം ജനസാന്ദ്രതയുള്ള മേഖലയാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് അത്യാവശ്യം ദൂരെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും വലിയ തലത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം 2 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായും എടുത്ത് പറയേണ്ടത്. ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പടക്കങ്ങൾക്കും അതിനോടനുബന്ധിച്ചുള്ള വസ്തുക്കൾക്കൊക്കെ ഒരുപാട് ആവശ്യക്കാർ കൂടുതലുള്ള സമയം കൂടിയാണ്. ഇലക്ഷന് വിഷു ഒപ്പം ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടങ്ങൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കരുതലായി ശേഖരിച്ചു വെച്ചതാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്താൻ ഉണ്ട്. ഏതായാലും 2 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്. 4 പേരുടെ നില അതീവ ഗുരുതരമായിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ പറയണം. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.